അല്ല സുഖേട്ടാ, 40-45 വയസ്സായില്ലേ നിങ്ങൾക്ക്? ഈ കേരളത്തിൽ 14 ജില്ലയിലും നിങ്ങളെ പെണ്ണ് കാണിക്കാൻ കൊണ്ടുപോയിട്ടുണ്ടാവും അല്ലേ? ഒരു 10-200 എണ്ണത്തിനെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇല്ലേ? അതിലൊരെണ്ണത്തിനെ പോലും നിങ്ങൾക്ക് പറ്റിയിട്ടില്ല എന്ന് കേൾക്കുമ്പോണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ഇയാൾ എനിക്ക് കൊല്ലാനാ തോന്നണത്. അല്ലാന്ന് ഇങ്ങള് കാണിച്ചു കൊടുത്തെന്ന് വിചാരിച്ച് ഏട്ടൻ ഇഷ്ടപ്പെടണ്ടേ? കല്യാണം കഴിക്കുന്നത് ഏട്ടനല്ലേ, അല്ലാണ്ട് ഇങ്ങളല്ലല്ലോ. ഇന്റെ ഏട്ടന് പറ്റിയ പെണ്ണ് എവിടെയെങ്കിലും ഉണ്ടാവും. ആ, കാണും കാണും തന്നെ ഉണ്ടാകും. അളിയ ഞങ്ങൾ ചൂടാവില്ലേ? കുറേ പെൺകുട്ടികളെ നിങ്ങൾ കാണിച്ചു തന്നിരിക്കുന്നു. സംഗതിയൊക്കെ ശരിയാണ്. എന്നാലും എൻ്റെ സങ്കല്പത്തിലുള്ള ഒരു പെണ്ണിനെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. സുഖേട്ടാ, നിങ്ങൾക്ക് മാത്രമല്ല സങ്കല്പം, നിങ്ങൾ ഈ കാണാൻ പോകുന്ന പെൺകുട്ടിയെക്കൊണ്ട് ഈ പറഞ്ഞ സങ്കല്പങ്ങളൊക്കെ. അത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഒരു സങ്കല്പക്കാരൻ. ഇന്റെ ഏട്ടൻ നിങ്ങൾ വല്ലാണ്ട് കളിയാക്കണ്ട കേട്ടോ. എന്താ നിന്റെ ഏട്ടനൊരു കുറവ്? ഹൈറ്റും വെയിറ്റും സൗന്ദര്യം ഒക്കെ ഇല്ലേ? ഇനി വേറെ എന്താന്ന് വേണ്ടത്? ഈ പറഞ്ഞതൊക്കെ ഉണ്ട്, ഒന്നൊഴികെ. ഓ, എന്ത്? ബുദ്ധി. അതെങ്ങനെയാ? തലയിൽ എന്തെങ്കിലും വേണ്ടേ? ഒരു ലേശം വകതിരിവുണ്ടെങ്കിലേ സകല വീട്ടിലും കയറി ഇറങ്ങി അവിടുത്തെ ചായയും കുടിച്ച് ഉളുപ്പില്ലാതെ അങ്ങനെ നടക്കും ഇയാള്. വേണ്ടാന്ന് ഇങ്ങള് നിർത്തിക്കാളേ. ഇന്റെ ഏട്ടൻ ഇനി പെണ്ണ് കാണിക്കാനും കെട്ടിക്കാനും നിങ്ങൾ ഇനി മെനക്കെടണ്ട. ഞാൻ ആചാരോട് പറഞ്ഞിക്കണ്, മൂപ്പര് അറിവിലുണ്ട് പോലും കുറേ പെൺകുട്ടികള്. തന്നെ ഞാൻ അയാളായിട്ട് നല്ലൊരു ബന്ധമുണ്ട്. ഇനി ഇതിന്റെ പേരിൽ അനക്ക് അതില്ലാണ്ടാക്കണല്ലേ? പെങ്ങള് പറഞ്ഞതാ ശരി. അളിയ ഇനി എനിക്ക് പെണ്ണ് നോക്കണ്ട, ആചാര്യ നോക്കിക്കോളും. പെങ്ങളെ ഞാൻ പോവുകയാണ്. ഇവിടെ ഇരുന്നാൽ ഞാൻ കടുത്തത് പറഞ്ഞു പോവും. നിങ്ങക്ക് സമാധാനായല്ലോ അല്ലേ? പാവാണ് എന്റെ ഏട്ടൻ, പോണ പോക്ക് കണ്ടില്ലേ? പാവം, അന്റെ കുടുംബത്തിലുള്ള ഒക്കത്തിന് പ്രാന്താണ്ടി. അതെങ്ങനെയാ? ആ കിളി പോയത് അന്തയ്ക്കുണ്ടായതല്ലോ ഒക്കെ. കിളി പോയത് നിങ്ങളെ ഇന്നെക്കൊണ്ടൊന്നും പറയിക്കണ്ട ഉണ്ണിയേട്ടാ. അല്ലെങ്കിൽ ഈ ഒന്നും പറയില്ലല്ലോ. എടി, ഈ തൊള്ള ഓർക്കണത് വാരി വെച്ച് നക്കാൻ എന്നെ തെറി അറിയാൻ മാത്രല്ലേ. ഒരു ഒറ്റ നടത്ത് തന്നാണ്ടല്ലോ ഞാൻ. അതാ എൻ്റെ ആചാരത വരുന്നത്. നിങ്ങളെ കാര്യം പറഞ്ഞ് നാവ് എടുത്തിട്ടില്ല ആചാര്യ. 100 ആയുസ്സാ നിങ്ങൾക്ക്. നമ്മളെ പെണ്ണുങ്ങൾ പറഞ്ഞേ സുമ കാണാൻ പറഞ്ഞിക്കണേന്ന്. എന്തേനി മോളെ കാര്യോ? ഹാജിയാരെ, വേറൊന്നുമല്ല, ഇന്റെ ഏട്ടന് പറ്റിയൊരു പെണ്ണ് വേണം. നിങ്ങളെ അറിവില് എവിടെയെങ്കിലും ഉണ്ടോന്നറിയാനാ വിളിപ്പിച്ചത്. അതിപ്പോ നാട് മുഴുവൻ പെൺകുട്ടികളാ. പക്ഷെ തെരഞ്ഞു നടന്നാൽ ഒന്നിനെയും കാണൂല. 6-7 കൊല്ലായി ആചാരെ ഏട്ടൻ പെണ്ണ് എറിഞ്ഞു നടക്കണ്. ഒന്നും അങ്ങോട്ട് ശരിയാവണില്ല. ഞമ്മളേതായാലും ഒന്ന് നോക്കട്ടെ. അല്ലുണ്ണിയെ അന്റെ കെയർ ഓഫിലൊന്നും ഇല്ലടോ? നിന്റെ കെയർ ഓഫിലുള്ള ആൾക്കാരെ പുരയിലൊക്കെ പോയി ചായ കുടിച്ച് പോന്നിക്കണെന്നല്ലാതെ വേറൊരു ഗുണം ഉണ്ടായിട്ടില്ല ആചാരെ. അളിയൻ ആളൊരു മുടുക്കനാണല്ലോ. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴല്ലേ ഓൻ അങ്ങോട്ട് പോയത്. സംഗതിൻ്റെ അളിയനൊക്കെ തന്നെയാണ്. പക്ഷേ ഞാൻ വിട്ട കേസാ.
എന്തായാലും ആചാരൊന്ന് നോക്ക്, എന്തായി തീരുന്നറിയാലോ. കലികാലം കേറിയ തലയിൽ ശനിയുടെ അപഹാരം, അയ്യോ വിധിയുടെ വിളയാട്ടം. കലികാലം കേറിയ തലയിൽ ശനിയുടെ അപഹാരം, ഇത് വിധിയുടെ വിളയാട്ടം. അടിയും തൊഴിയും തമ്മിത്തല്ലും തെരുവിളിയാണേലും, അടിയും തൊഴിയും തമ്മിത്തല്ലും തെരുവിളിയാണേലും. സുമയുടെ ചങ്കാണ് ഉണ്ണിയേട്ടൻ, ചങ്കാണ് ഉണ്ണിയേട്ടൻ. ഒരു കഥയല്ല പല കഥയാണിത്, ജീവിതമെന്നും നെട്ടോട്ടം. എന്നും കണ്ടും കേട്ടിട്ടാവണം അയലക്കത്തും ഹരമാണ്. എന്നാ കേട്ടോ ആശ്ചര്യ വേണ്ട, ഞങ്ങളെന്നും ഒന്നാണ്. ഉണ്ണിയേട്ടൻ, ഉണ്ണിയേട്ടൻ, ഉണ്ണിയേട്ടൻ.